ഹലോ, വെൽക്കം ഓൾ ടു ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേഷ്യൽ വെർബിനെ കുറിച്ചിട്ടാണ്. ഫ്രേഷ്യൽ വെർബ് ഇല്ലാത്തൊരു PSC പരീക്ഷ പോലൊന്നുമില്ല. SSLC ബേസ്ഡ് ആയിക്കോട്ടെ, ഡിഗ്രി ബേസ്ഡ് ആയിക്കോട്ടെ, അല്ല +2 ബേസ്ഡ് ആയിക്കോട്ടെ, പരീക്ഷ ഏതായാലും അതിലൊരു മാർക്കെങ്കിലും ഫ്രേഷ്യൽ വെർബ് ചോദ്യപേപ്പറുകളിൽ കാണാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. മറ്റുള്ള ഗ്രാമർ മനസ്സിലാക്കി പഠിക്കുന്ന പോലെ നമുക്ക് ഫ്രേഷ്യൽ വെർബ്സ് അങ്ങനെ മനസ്സിലാക്കി വെക്കാൻ കഴിയില്ല. ഇതിനൊരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എന്താണ്? ബൈ ഹേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓരോ ഫ്രേഷ്യൽ വെർബ്സും നമ്മൾ ബൈ ഹേർട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പൊ എന്താണ് ഈ ഫ്രേഷ്യൽ വെർബ് എന്ന് പറഞ്ഞാൽ? വെർബ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എവരി ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ, അതാണ് വേർബ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഫ്രേഷ്യൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വേർബ് ആൻഡ് എ പ്രിപ്പോസിഷൻ, അല്ലെങ്കിൽ ഒരു അഡ്വേർബ്. അതായത് ഈ ഒരു ക്രിയയുടെ കൂടെ ഒന്നോ അതിലധികമോ പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ അഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രയോഗങ്ങളാണ്. ഇവയുടെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വേർബിന്റെ കൂടെ, നമ്മളെ ക്രിയയുടെ കൂടെ ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബോ ചേരുമ്പോൾ അത് ഇവയുടെ അർത്ഥം, നമ്മളെ വാക്കുകൾ, അതായത് ഒരു വേർബിന്റെ അർത്ഥം തന്നെ മാറും. നമ്മൾ വിചാരിക്കുന്ന അർത്ഥമല്ല അതിനുണ്ടാവുക. വേർബിന്റെ കൂടെ ഈ പ്രിപ്പോസിഷനോ അഡ്വേർബ്സോ ആഡ് ആവുമ്പോൾ ആ വാക്കുകളുടെ നേരിട്ടുള്ള അർത്ഥത്തിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അതാണ് ഈ ഫ്രേഷ്യൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് കുറേ പഠിക്കാനുണ്ട്. നമുക്ക് ഓരോ ക്ലാസ്സിൽ ചെറിയ ചെറിയ മൊഡ്യൂളായിട്ട് പഠിച്ചു പോവാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പുട്ട് എന്ന് പറയുന്ന വേർബാണ്. ഈ പുട്ട് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ ഈ പറഞ്ഞ പ്രിപ്പോസിഷൻസും അതേപോലെ ആഡ്വേർബും ചേരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എങ്ങനെയായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് ആദ്യം പുട്ടെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പോ ആദ്യം നോക്കൂ, ഇതിൽ ഫസ്റ്റ് വൺ പുട്ട് ഓൺ. ഓൺ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പുട്ട് ഓൺ എന്താണ് അതിന്റെ അർത്ഥം? പുട്ട് ഓൺ അതിന്റെ അർത്ഥം ധരിക്കുക, അതായത് വിയർ, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുക. ധരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുക, അതാണ് അതിന്റെ മീനിങ്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുട്ട് എന്ന് പറയുന്ന ഫ്രേഷ്യൽ വെർബിന്റെ കൂടെ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേരുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ധരിക്കുക, വിയർ അല്ലെങ്കിൽ വോ എന്നാണ് അർത്ഥം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്ലീസ് പുട്ട് ഓൺ യുവർ കോട്ട്. പ്ലീസ് പുട്ട് ഓൺ യുവർ കോട്ട്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നിങ്ങളെ കോട്ട് ധരിക്കൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കൂ. ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഇവിടെ പുട്ടിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്തൊക്കെയാണ്? ഇടപെടുക, അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുക, അല്ലെങ്കിൽ സ്പെൻഡ് ടൈം, സമയം ചെലവഴിക്കുക, അപേക്ഷ സമർപ്പിക്കുക, അല്ലെങ്കിൽ ടൈ, കെട്ടുക. അങ്ങനെ ഒരുപാട് മീനിങ്സ് ഈ പുട്ടിനുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു സെന്റൻസിൽ അത് ഉപയോഗിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ പുട്ടിൻ എന്ന് പറയുന്ന, അപ്പൊ എന്തൊക്കെയാണ് പുട്ടിൻ? ഇടപെടുക, അവകാശവാദം ഉന്നയിക്കുക, സമയം ചെലവഴിക്കുക, അപേക്ഷ സമർപ്പിക്കുക, കെട്ടുക, എക്സെട്ര. അപ്പോൾ ഒരു ഫ്രേഷ്യൽ വെർബിന് തന്നെ സെന്റൻസിന്റെ ഉപയോഗത്തിനനുസരിച്ച് ഒരുപാട് അർത്ഥങ്ങൾ കാണാം കേട്ടോ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലെ? നോക്കൂ. ഹി പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഫിനിഷ് ദ പ്രോജക്റ്റ്. ഹി പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഫിനിഷ് ദ പ്രോജക്റ്റ്. അതായത് അവന്റെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ ഒരുപാട് പരിശ്രമിച്ചു. ആ നിശ്ചിത പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ഒരുപാട് പരിശ്രമിച്ചു. ഇപ്പൊ ഇവിടെ പുട്ടിൻ ഉണ്ടോ? പുട്ടിൻ എന്ന് പറയുന്ന ഫ്രേഷ്യൽ വെർബാണ്.
ഈ സെന്റൻസിൽ ഉപയോഗിക്കും. ഇനി അടുത്തത് പുട്ട് ഓഫ്. പുട്ട് ഓൺ എന്തായിരുന്നു? ധരിക്കുക, വിയർ. പുട്ടിൻ ഇടപെടുക, സമയം ചെലവഴിക്കുക, അപേക്ഷ സമർപ്പിക്കുക, കെട്ടുക, എക്സെട്ര. പുട്ട് ഓഫ് എന്താണ്? പോസ്റ്റ്പോൺ. ഇതാണ് ഏറ്റവും കൂടുതൽ PSC പരീക്ഷകളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതിന് വേറൊരു മീനിങ് കൂടിയുണ്ട്, മടുപ്പുളവാക്കുക എന്നൊരു മീനിങ് കൂടിയുണ്ട്, ഒരു ഡിസ്കറേജ്. പുട്ട് ഓഫ്, പുട്ട് ഓഫ് മെയിനായിട്ട് ചോദിക്കുന്നത് പോസ്റ്റ്പോണ്ട് ആണ്, മാറ്റിവെക്കുക. എക്സാമ്പിൾ നോക്കൂ. ദേ ഹാഡ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് ഡ്യൂ ടു റെയിൻ. മഴ കാരണം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവരുടെ മീറ്റിംഗ് പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ടി വന്നു, അതായത് മീറ്റിംഗ് മാറ്റി വെക്കേണ്ടി വന്നു. പുട്ട് ഓഫ്, ഇവിടെ പുട്ട് ഓഫ് എന്ന് പറയുന്ന വേർഡ് ഫ്രേഷ്യൽ വെർബ് ഉപയോഗിച്ചിരുന്ന പോസ്റ്റ്പോണ്ട് എന്ന മീനിങ്ങിനാണ്, അതായത് മാറ്റി വെച്ചു, ഡിലേ ആയി. ഓക്കെ, ദേ ഹാഡ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് ഡ്യൂ ടു റെയിൻ. മഴ കാരണം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? മീറ്റിംഗ് മാറ്റി വെക്കേണ്ടി വന്നു. ഇനി അടുത്തത് പുട്ട് ഔട്ട്. എന്താണ് പുട്ട് ഔട്ട്? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക, അതായത് ഇപ്പൊ തീയൊക്കെ കെടുത്തില്ലേ, എക്സ്റ്റിങ്ക്വിഷ്, അതാണ്. പിന്നെ അല്ലെങ്കിൽ പുറത്തിറക്കുക. നോക്കൂ, ദ കമ്പനി വിൽ പുട്ട് ഔട്ട് എ ന്യൂ പ്രോഡക്റ്റ് നെക്സ്റ്റ് വീക്ക്. ദ കമ്പനി വിൽ പുട്ട് ഔട്ട് എ ന്യൂ പ്രോഡക്റ്റ് നെക്സ്റ്റ് വീക്ക്, അതായത് കമ്പനി അടുത്ത ആഴ്ച എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ഉൽപ്പന്നം പുറത്തിറക്കും. അപ്പൊ ഇവിടെ പുട്ട് ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നെക്സ്റ്റ് വീക്ക് കമ്പനി ഒരു പുതിയ സാധനം പുറത്തിറക്കുക, അതാണ് ഇവിടെ പുട്ട് ഔട്ട്. ഇനി പുട്ട് ഔട്ട് വേറെ മീനിങ് എന്തായിരുന്നു? എക്സ്റ്റിങ്ക്വിഷ്, തീയൊക്കെ കെടുത്തുക അല്ലെ, എക്സ്റ്റിങ്ക്വിഷ്. നെക്സ്റ്റ് പുട്ടപ്പ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മിക്കുക, അതായത് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ടു സ്റ്റേ, താമസിക്കുക, സമർപ്പിക്കുക, ഇങ്ങനത്തെയൊക്കെ മീനിങ് ഉണ്ട്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, അല്ലെങ്കിൽ ടു ബിൽഡ്, താമസിക്കുക, സമർപ്പിക്കുക, ഇതൊക്കെയാണ് പുട്ടപ്പിന്റെ മീനിങ്. സെന്റൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഐ വിൽ പുട്ട് അപ്പ് അറ്റ് എ ഹോട്ടൽ. ഐ വിൽ പുട്ട് അപ്പ് അറ്റ് എ ഹോട്ടൽ എന്താണ്? ഞാനൊരു ഹോട്ടലിൽ താമസിക്കാം. ഞാൻ എവിടെ താമസിക്കും? ഞാനൊരു ഹോട്ടലിൽ താമസിക്കും. അപ്പൊ ഇവിടെ താമസിക്കും എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? പുട്ട് അപ്പ്, താമസിക്കും. ഓക്കെ, ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഒന്നോ അതിൽ കൂടുതലോ പ്രിപ്പോസിഷൻസ് നമ്മൾ ഉപയോഗിക്കും അല്ലെ. അപ്പൊ അടുത്തത് നോക്കൂ, പുട്ടപ്പ് വിത്ത് ആണ്. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുകയാണ്, പക്ഷെ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളറേറ്റ് ആണ്, അതായത് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് അൺബിയറബിൾ ആണ്, ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയില്ലേ, പുട്ടപ്പ് വിത്ത്. ഓക്കെ, പുട്ടപ്പ് നിർമ്മിക്കുകയാണെങ്കിൽ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കാണ്, ടോളറേറ്റ് ആണ്. അതായത് ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ദിസ് നോയ്സ്. എനിക്ക് ഈ ബഹളം എന്ത് ചെയ്യാൻ കഴിയില്ല? സഹിക്കാൻ കഴിയണില്ല. ഏത് ബഹളം? എനിക്ക് ഈ ബഹളം സഹിക്കാൻ കഴിയില്ല. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ദിസ് നോയ്സ്. ഇവിടെ പുട്ടപ്പ് വിത്തിന്റെ മീനിങ് എന്താണ്? സഹിക്കാൻ, ടോളറേറ്റ്. ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഐ കനോട്ട് ടോളറേറ്റ്. ഓക്കെ, പുട്ടപ്പ് വിത്ത്. നെക്സ്റ്റ് വൺ, പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക, അല്ലെങ്കിൽ താഴെ വെക്കുക, അതല്ലെങ്കിൽ അപമാനിക്കുക, ഇതൊക്കെ മീനിങ് ഉണ്ട്. അടിച്ചമർത്തുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പുട്ടപ്പ് വിത്തും ഒരുപാട് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ PSC മാത്രമല്ല, നമ്മൾ എന്താ പറയാ, SSLCന്റെ 10ാം ക്ലാസ്സുകാരുടെ SSLCന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഈ ഫ്രേഷ്യൽ വെർബ് ഒരു പാർട്ടാണ്, പഠിച്ചേ മതിയാവും. പുട്ടപ്പ് വിത്ത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ബഹളം, ടോളറേറ്റ് അല്ലെ. അടുത്ത പുട്ട് ഡൗൺ എന്താണ്? സപ്രസ്, അടക്കി നിർത്തുക അല്ലെ. ദ പോലീസ് പുട്ട് ഡൗൺ ദ റയറ്റ്. അതായത് പോലീസ് എന്ത് ചെയ്തു? ഒരു കലാപം, പോലീസ് ആ കലാപത്തിനെ സപ്രസ് ചെയ്തു, അല്ലെങ്കിൽ അടക്കി നിർത്തി, അല്ലെങ്കിൽ ഒതുക്കി. പോലീസ് എന്ത് ചെയ്തു? പുട്ട് ഡൗൺ ദ റയറ്റ്. ആ കലാപത്തിന് പോലീസ് എന്ത് ചെയ്തു? അടക്കി നിർത്തി. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ് കേട്ടോ ഈ പുട്ട് ഡൗണ്. ദയാവധം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ദയാവധം എന്നുള്ള യുത്തനേഷ്യ എന്നൊക്കെ പറയുന്ന ദയാവധം എന്നുള്ള ഒരു മീനിങ് കൂടി പുട്ട് ഡൗണിനുണ്ട് സെന്റൻസിൽ. സെന്റൻസ് നോക്കൂ. ദേ ഹാഡ് ടു പുട്ട് ഡൗൺ ദെയർ ഓൾഡ് ഡോഗ്. ദേ ഹാഡ് ടു പുട്ട് ഡൗൺ ദെയർ ഓൾഡ് ഡോഗ്. അതായത് പ്രായമായ അവരുടെ നായ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ദയാവധം ചെയ്യേണ്ടി വന്നു. പ്രായമായ അവരുടെ നായയെ അവർക്ക് ദയാവധം ചെയ്യേണ്ടി വന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ദയാവധം എന്നൊരു മീനിങ് കൂടി എന്തിനുണ്ട്? പുട്ട് ഡൗൺ എന്നുണ്ട് കേട്ടോ. പുട്ട് ഡൗൺ എന്ന് പറയുന്ന ഫ്രേഷ്യൽ വെർബിന് ദയാവധം എന്നൊരു മീനിങ് കൂടി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം അല്ലെ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക, വിയർ, ഡ്രസ്സൊക്കെ നമ്മൾ ധരിക്കില്ല അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുക. പുട്ടിൻ എന്ന് പറഞ്ഞാൽ പുട്ടിന് കുറേ മീനിങ്സ് ഉണ്ട്. സമയം ചെലവഴിക്കാൻ, അവകാശവാദം ഉന്നയിക്കുക, അപേക്ഷ സമർപ്പിക്കുക, ടൈ കെട്ടുക, ഇടപെടുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോണ്ട് മാറ്റിവെക്കുക അല്ലെ, അല്ലെങ്കിൽ ഡിസ്കറേജ് മടുപ്പുളവാക്കുക. പുട്ട് ഓഫ്, ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഓഫ് ഡ്യൂ ടു ഹെവി റെയിൻ. പുട്ട് ഔട്ട് എന്താ? കെടുത്തുക, തീയൊക്കെ കെടുത്താറുണ്ട് നമ്മൾ, അല്ലെങ്കിൽ പുറത്തിറക്കുക. നമ്മൾ എക്സാമ്പിൾ കണ്ടു അല്ലെ, കമ്പനി അടുത്ത നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോഡക്റ്റ് പുട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, പുറത്തിറക്കുന്നുണ്ട്. നെക്സ്റ്റ് പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക അല്ലെങ്കിൽ താമസിക്കുക, സമർപ്പിക്കുക എന്നുള്ള മീനിങ്. പുട്ട് അപ്പ് വിത്ത് ആണെങ്കിൽ സഹിക്കുക, ടോളറേറ്റ്. പുട്ട് ഡൗൺ അടിച്ചമർത്തുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, അപമാനിക്കുക, താഴെ വെക്കുക. പിന്നെ പുട്ട് ഡൗൺ എന്തൊരു മീനിങ്ങിലും കൂടി ഉണ്ടെന്ന് പറഞ്ഞു? ദയാവധം എന്നുള്ള യൂതനേഷ്യ എന്നുള്ള മീനിങ് കൂടി പുട്ട് ഡൗൺ എന്ന് പറയുന്ന ഫ്രേഷ്യൽ വെർബിന് ഉണ്ട്. നെക്സ്റ്റ് പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ പണം സമ്പാദിക്കുക. സേവ് മണി ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടി പണം സമ്പാദിച്ചു വെക്കുക. സേവ് മണി ഫോർ ദ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പണം സമ്പാദിച്ചു വെക്കുക. അത് തന്നെ പുട്ട് അസൈഡും പുട്ട് ബൈ മാറിപ്പോകരുത് കേട്ടോ. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം മാറ്റി വെക്കുകയാണ്, ഫ്യൂച്ചറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. പക്ഷെ പുട്ട് അസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മാറ്റിവെക്കുക. സേവ് ഫോർ എ പർപ്പസ് അല്ലെങ്കിൽ ഇഗ്നോർ എന്നുള്ള മീനിങ്ങും കൂടി അതിനുണ്ട്. അപ്പോൾ പുട്ട് ബൈ ഭാവി, രണ്ടും സേവ് മണിയാണ്. ഈ പുട്ട് ബൈ ആണെങ്കിലും പുട്ട് അസൈഡ് ആണെങ്കിലും രണ്ടിൻ്റെയും എന്ത് തന്നെയാണ്? സേവ് മണിയാണ്. പക്ഷെ പുട്ട് ബൈ ആണെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുകയാണ്. പുട്ട് അസൈഡ് ആണെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പണം മാറ്റിവെക്കുകയാണ്. എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഹാവ് പുട്ട് ബൈ എ ലിറ്റിൽ മണി ഫോർ മൈ ട്രിപ്പ്. അതായത് ഞാൻ എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറച്ച് പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്യൂച്ചറിൽ ഇന്ന ദിവസം ഒരു യാത്രയ്ക്ക് പോകുന്നുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആ യാത്രയ്ക്കായിട്ട് ഞാൻ കുറച്ച് പണം മാറ്റി വെച്ചു. ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റിൽ, ഇവിടെ എ ലിറ്റിലാണ് കേട്ടോ. ഇത് ലിറ്റിലാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. അപ്പോൾ ഐ ഹാവ് പുട്ട് ബൈ എ ലിറ്റിൽ മണി ഫോർ മൈ ട്രിപ്പ്. എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഷീ പുട്ട്സ് aside ടൈം ഫോർ റീഡിങ്. പുട്ട് aside ആണെങ്കിൽ എന്താ? അവൾ വായനയ്ക്കായിട്ട് സമയം നീക്കി വെക്കുന്നു. ഇവിടെ നമ്മൾ നീക്കി വെക്കുക എന്നുള്ള ഒരു മീനിങ് കൂടി ഇവിടെ പറഞ്ഞിരുന്നു അല്ലെ. പുട്ട് aside പ്രത്യേക ഉദ്ദേശത്തോടുകൂടി മാറ്റി വെക്കുക അല്ലെങ്കിൽ അവഗണിക്കുക, നീക്കി വെക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പുട്ട് aside, ഷീ പുട്ട്സ് aside ടൈം ഫോർ റീഡിങ്. അവൾ വായനയ്ക്കായിട്ട് എന്ത് ചെയ്തു? സമയം നീക്കി വെക്കുന്നുണ്ട് അല്ലെ. ഇവിടെ പുട്ട്സ് aside എന്നാണ്. ഷീ പുട്ട്സ് aside, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉള്ള ഒരു സെന്റൻസ് ആണ്. ഇനി അടുത്ത് പുട്ട് അക്രോസ് എന്താണ് അതിന്റെ അർത്ഥം? ആശയവിനിമയം നടത്തുക, കൺവേ ഐഡിയാസ്, അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അവതരിപ്പിക്കുക. പ്രസന്റ് എഫക്റ്റീവ്ലി എന്തൊക്കെയാണ് പുട്ട് അക്രോസ്? ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അവതരിപ്പിക്കുക. പുട്ട് അക്രോസ്. He didn't put across his ideas well during the meeting. അതായത് he didn't put across his ideas well during the meeting. എന്താണ് അതിന്റെ അർത്ഥം? മീറ്റിങ്ങിൽ അവന് തന്റെ ആശയങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അവതരിപ്പിച്ചില്ല. He didn't put across his ideas well during the meeting. മീറ്റിങ്ങിൽ അവന് തന്റെ ആശയങ്ങൾ ഫലപ്രദമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അവൻ എന്ത് ചെയ്തില്ല? അവതരിപ്പിച്ചില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പുട്ട് അക്രോസ് എന്നുള്ള ഫ്രേഷ്യൽ വെർബ് എന്താണ് മീനിങ് ആയിട്ട്? ഫലപ്രദമായി അവതരിപ്പിച്ചില്ല എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ പുട്ട് അക്രോസ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി പുട്ട് അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോസിപ്പുകൾ, അതായത് വാർത്തകൾ പരത്തുക, പ്രചരിപ്പിക്കുക.
ഗോസിപ്പ് ഒക്കെ സ്പ്രെഡ് ചെയ്യുക, അതാണ് എന്ത് പുട്ട് അറൗണ്ട്. ദേ ആർ പുട്ടിങ് അറൗണ്ട് എ റൂമർ അബൌട്ട് ദ കമ്പനീസ് ക്ലോഷർ. എന്താണത്? ഇത് കമ്പനി പൂട്ട് എന്ന ഒരു കിംവദന്തി അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരെന്താ പ്രചരിപ്പിക്കുന്നത്? ഈ കമ്പനി അധികം താമസിയാതെ ക്ലോസ് ചെയ്യും. അതൊരു റൂമറാണ് അല്ലെ. ആക്ച്വലി അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒരു റൂമർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കമ്പനി പൂട്ടുമെന്നൊരു കിംവദന്തി, അതാണ്. അപ്പൊ ഇവിടെ ഈ പുട്ടിങ് അറൗണ്ട് ഇവിടെ എന്തായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഒരു കിംവദന്തിയായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇനി പ്രചരിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട് അല്ലെ. പ്രചരിപ്പിക്കുക എന്നുള്ള മീനിങ് കൂടിയുണ്ട് ഇവിടെ. പക്ഷെ ഇതിന്റെ തൊട്ട് മുന്നത്തെ കേസിൽ ഷീ പുട്ട് ഇറ്റ് അറൗണ്ട് ദാറ്റ് ഷീ വാസ് മൂവിങ് ടു ലണ്ടൻ. അവൾ പറഞ്ഞു എന്താണ്? താൻ ലണ്ടനിലേക്ക് താമസം മാറ്റുകയാണെന്ന് അവൾ പ്രചരിപ്പിച്ചു. ലണ്ടനിലേക്ക് താമസം മാറ്റുകയാണെന്ന് അവൾ പ്രചരിപ്പിച്ചു. ഷീ പുട്ട് ഇറ്റ് അറൗണ്ട് ദാറ്റ് ഷീ വാസ് മൂവിങ് ടു ലണ്ടൻ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ സെന്റൻസിൽ പുട്ടിന്റെയും അറൗണ്ടിന്റെയും ഇടയിൽ വേറൊരു ഇറ്റ് എന്ന് പറയുന്ന നമ്മളെ തേർഡ് പേഴ്സൺ അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് അല്ലെ. ഷീ പുട്ട് ഇറ്റ് അറൗണ്ട് ദാറ്റ് ഷീ വാസ് മൂവിങ് ടു ലണ്ടൻ. ഇങ്ങനെയും സെന്റൻസിൽ കാണാം. അതായത് ഫ്രേഷ്യൽ വെർബിന്റെ കൂടെ തന്നെ പ്രിപ്പോസിഷൻ വരണമെന്നില്ല. ഇതേപോലെ അതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും പ്രോനൗൺസ് മിക്സ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അടുത്തത് പുട്ട് ഫോർവേഡ്. എന്താണ് പുട്ട് ഫോർവേഡ്? പുട്ട് ഫോർവേഡ് എന്താ അത്? ടു പ്രപ്പോസ് അല്ലെങ്കിൽ ടു സജസ്റ്റ്, ഉന്നയിക്കുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുക. ഇതൊക്കെയാണ് പുട്ട് ഫോർവേഡിന്റെ മീനിങ്. ഷീ പുട്ട് ഫോർവേഡ് ഹെർ നെയിം ഫോർ ദ പോസ്റ്റ്. അതായത് ആ സ്ഥാനത്തേക്ക് അവൾ എന്ത് ചെയ്തു? സ്വന്തം പേര് നിർദ്ദേശിച്ചു. ഷീ പുട്ട് ഫോർവേഡ് ഹെർ നെയിം, നിർദ്ദേശിക്കുക. ഷീ പുട്ട് ഫോർവേഡ് ഹെർ നെയിം ഫോർ ദ പോസ്റ്റ്. ആ സ്ഥാനത്തേക്ക് അവൾ സ്വന്തം പേര് നിർദ്ദേശിച്ചു. ഷീ പുട്ട് ഫോർവേഡ് ഹെർ നെയിം ഫോർ ദ പോസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ്? പുട്ട് ബൈ, ഭാവിയിലേക്ക് വേണ്ടി പണം സമ്പാദിക്കുക. പുട്ട് അസൈഡ് ആണെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി. സേവ് ഫോർ എ പേർപ്പസ്, രണ്ടും എന്ത് തന്നെയാണ്? സേവ് മണിയാണ്. ഇനി പുട്ട് എക്രോസ് ആണെന്നുണ്ടെങ്കിൽ ഫലപ്രദമായിട്ട് അവതരിപ്പിക്കുക. പ്രസന്റ് എഫക്റ്റീവ്ലി, അതല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക. പുട്ട് അറൗണ്ട് ആണെങ്കിൽ വാർത്തകൾ പ്രചരിപ്പിക്കുക, പരത്തുക അല്ലെങ്കിൽ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുക. അതൊക്കെ പുട്ട് അറൗണ്ട്. പുട്ട് ഫോർവേഡ് ആണെങ്കിൽ നിർദ്ദേശിക്കുക, മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ഉന്നയിക്കുക എന്നുള്ള മീനിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പുട്ട് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ ചേർത്തുണ്ടാവുന്ന ഫ്രേഷ്യൽ വെർബ്സ്. ഇനിയും ധാരാളം ഉണ്ട് കേട്ടോ, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരുപാട് വെർബുകളുടെ കൂടെ ഇതേപോലെ പ്രിപ്പോസിഷൻസ് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഫ്രേഷ്യൽ വെർബ്സ് നമുക്ക് വരും ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പുട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പുട്ട് ഓൺ വിയർ, പുട്ട് ഇൻ എന്താണ്? ടൈ, കെട്ടുക അല്ലെങ്കിൽ പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്, പുട്ട് അപ്പ് എന്താ? ടു ബിൽഡ് അല്ലെങ്കിൽ ടു സ്റ്റേ, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പുട്ട് അപ്പ് വിത്ത് ഒക്കെ. ഇനി പുട്ട് ഡൗൺ ആണെങ്കിൽ സപ്രസ്, അടിച്ചമർത്തുക, അപമാനിക്കുക. പുട്ട് ബൈ, ടു സേവ് ഫോർ മണി ഫോർ ദ ഫ്യൂച്ചർ. പുട്ട് അസൈഡ് ആണെന്നുണ്ടെങ്കിൽ സേവ് ഫോർ എ പേർപ്പസ്. പുട്ട് അക്രോസ്, ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ പ്രസന്റ് എഫക്റ്റീവ്ലി. പുട്ട് അറൗണ്ട്, ടു സ്പ്രെഡ് ദ റൂമേഴ്സ്. പുട്ട് ഫോർവേഡ് ആണെങ്കിൽ മുന്നോട്ട് വയ്ക്കുക, നിർദ്ദേശിക്കുക. മിനിമം ഇത്രയെങ്കിലും പുട്ട് എന്ന് പറയുന്ന വേർബിന്റെ ഫ്രേഷ്യൽ വേർബ്സ് പഠിച്ചേ മതിയാകും. അപ്പോൾ അടുത്തൊരു ഫ്രേഷ്യൽ വെർബുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. Until then, bye from Sapna.